രോമാഞ്ചം ഇറങ്ങുന്നതിന്റെ ഒരാഴ്ച 2 ആഴ്ച മുന്നേ ജിത്തു വിളിച്ചിട്ട് പറയുന്ന ആവേശത്തിന്റെ കഥ ബേസിക്കലി വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. നമ്മളെ പോലത്തെ ആക്ടേഴ്സിന് അങ്ങനത്തെ ഒരു പ്രിവിലേജ് കിട്ടാറില്ല. ഇപ്പൊ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ അഭിപ്രായം മൊത്തം മാറിയില്ലേ. നസ്രിയ, ഉയർ എല്ലാവരും ഓൺലൈനിൽ ഇങ്ങനെ എടുത്തിടുന്നു. അതാണ് എനിക്ക് സെറ്റ് ആവുന്നുള്ള. ശരിക്കും രോമാഞ്ചം ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു അതിന്റെ ട്രെയിലറിൽ പോലും വരാൻ പോകുന്ന ട്രെയിലറിൽ വരുന്നത് വിചാരിച്ചില്ലായിരുന്നു. ഫഹദ് ഭയങ്കര സൈലന്റ് ആണ്. നസ്രിയ വരുന്നത് നമ്മൾ അറിയും. ഈ പേയ്മെന്റ് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഒരു നമുക്കറിയില്ലല്ലോ. പൂജ മോഹൻരാജാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം. ഇപ്പോൾ സൂക്ഷ്മദർശിനിയിലെ അസ്മയെ കുറിച്ചാണ് ഏറ്റവും പുതിയ വിശേഷമായിട്ട് പറയാനുള്ളത്. എന്തൊക്കെ ഫീഡ്ബാക്കുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഇത് ഇപ്പോഴും എന്താ പറയുക, നല്ല അഭിപ്രായങ്ങളാണ് കേൾക്കുന്നത്. എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്നു. ഡയലോഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ പറയുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങി ഇപ്പോൾ റോട്ടിലൊക്കെ നടക്കുമ്പോഴാണെങ്കിലും ഒക്കെ ആൾക്കാർ ഇത് ഇപ്പോൾ പടം ഇറങ്ങി കണ്ടിട്ട് ഇറങ്ങുകയാണെന്ന് ഉള്ളതാണ് മിക്ക എപ്പോഴും കിട്ടുന്നത്. അതിപ്പോൾ ഇന്നലെ തിങ്കളാഴ്ചയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ തിരക്കുറവായിരിക്കും, പക്ഷെ നല്ല എവിടെ പോയാലും ഇതേ പടം കണ്ട് ഇറങ്ങിയുള്ളൂ എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. നല്ല സന്തോഷം. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയിരുന്നത്? അത് എനിക്കൊന്ന് ഇതിൻ്റെ ചീഫ് അസോസിയേറ്റ് രോഹിത്താണ് വിളിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സീൻ ചെയ്ത് നോക്കിയായിരുന്നു. എന്നിട്ട് അങ്ങനെ ഓർഗാനിക് സിനിമയിലുള്ള സീൻ തന്നെയാണ്. സിനിമയിൽ ആ സീൻ ഇപ്പം ഇല്ല. അപ്പം വേറൊരു സീനായിരുന്നു. അത് ചെയ്തു നോക്കി. എന്നിട്ട് അപ്പം തന്നെ പറയായിരുന്നു. അങ്ങനെ ഇപ്പൊ മുഴുവൻ സ്ക്രിപ്റ്റും പറഞ്ഞു തന്നോ അതോ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണോ പറഞ്ഞത്? അതിനെക്കുറിച്ച് മീൻസ് ആ ഒരു സീനിൽ തന്നെ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഒരു ഭയങ്കര രസമുള്ള അതും ഈ അസ്മ, സുലു, പ്രിയ ഇവർ 3 പേരുള്ള സീനാണ്. അപ്പൊ ഇതെല്ലാ കഥാപാത്രം വളരെ വ്യക്തമാവുന്ന ഒരു സീനായിരുന്നു അത്. മീൻസ് എല്ലാവരുടെയും സ്വഭാവം കൃത്യമായിട്ട് എന്താണോ അത് മനസ്സിലാവുന്ന ഒരു സീൻ. അപ്പോൾ എന്നിട്ട് നമുക്കത് വായിക്കുമ്പോൾ തന്നെ ഇത് രസമാണെന്നുള്ളൂ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് PSCക്ക് പഠിക്കുന്നു, അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലുള്ളൊരു സീനായിരുന്നു. നല്ലൊരു സീനായിരുന്നു. പക്ഷെ ഇത് പടത്തിൽ വന്നില്ല. ഒരു ഇത്ത ക്യാരക്ടർ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അതിനുവേണ്ടി എന്തെങ്കിലും റിസർച്ചസ് എടുത്തിരുന്നോ, അല്ലെങ്കിൽ അവരുടെ ഒരു മാനറിസം ഒക്കെ നോക്കാനായിട്ട്? അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. ആക്ച്വലി ഞാൻ ഫ്രീഡം ഫൈറ്റ് എന്ന് പറഞ്ഞ ഒരു ആന്തോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. അസംഘടിതർ എന്ന് പറഞ്ഞ പടം, കുഞ്ഞിലയുടെ. അപ്പം അതിൽ കഥാപാത്രവും അസ്മയുടെ ഒരു മീറ്ററും വളരെ സിമിലർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും കണ്ടവരൊക്കെ ഇപ്പോഴും എന്നോട് ഇപ്പോൾ ആവേശവും മറ്റൊക്കെ കാണുന്ന ആ പടം കണ്ട ആൾക്കാരൊക്കെ എന്നോട് അതിനെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുക. എനിക്കും പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളൊരു, ഞാൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം അതാണ്. അപ്പം ഇതിലെ റൈറ്റേഴ്സും ആ സിനിമ കണ്ടിട്ടാണ് ഇതിലോട്ട് സജസ്റ്റ് ചെയ്യുന്നതും. അപ്പം അങ്ങനെ അപ്പം എനിക്ക് അത് രണ്ടും ഒരേപോലെ ആവാതിരിക്കാൻ എന്ത് ചെയ്യാം, പക്ഷെ എന്നാലും അവർ വളരെ സിമിലറാണ്. അങ്ങനത്തെ രീതിയിലൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിലാണ് കൂടുതലത് വർക്കൗട്ട് ആയത്. അപ്പം മഷർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ പൂജ, ഞാനിത് വായിച്ചപ്പം എനിക്ക് തോന്നിയത് എൻ്റെ ഒരു വല്യമ്മ അങ്ങനത്തെ നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ സ്ത്രീകൾ. അപ്പോൾ എനിക്ക് അതാണ് നിൻ്റെ റെഫറൻസ്. അപ്പം ചില മെറ്റീരിയൽ എന്താണ് ഇത് ഇത്ര ഇങ്ങനത്തെ മെറ്റീരിയൽ എന്ന് പറയും. പക്ഷെ അത് ആ കഥാപാത്രത്തിന് ആ ഒരു സ്പേസിൽ നിൽക്കുന്ന സ്ത്രീകൾ ഉപയോഗിക്കുന്ന തുണികളും അപ്പൊ തന്നെ നമുക്ക് ഭയങ്കര ഈ തട്ടിടുക, തട്ട് എങ്ങനെ ഇടണം, ആണുങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ, പെൺപിള്ളേരെ മുമ്പിൽ നിൽക്കും, മീൻസ് ഫ്രണ്ട്സിന്റെ കൂടെ. അപ്പൊ അത് മഷറിന്റെ ഇൻപുട്ടായിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു.
അപ്പൊ ഈ രണ്ട് ക്യാരക്ടേഴ്സും അതായത് ഒന്നൊന്നിന്ന് വ്യത്യസ്തമാകാനായിട്ടൊരു പ്രത്യേക എഫേർട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ആവേശം, രോമാഞ്ചം ഇങ്ങനെയുള്ള സിനിമകൾ നോക്കിയിട്ടുണ്ടെങ്കിലും ആ ഒരു ഇപ്പൊ നേരിൽ കാണുമ്പോൾ ഉള്ള ആൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണ് സിനിമയിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ വളരെ ഇപ്പൊ ഇരിക്കുമ്പോൾ കുറച്ച് സൈലന്റ് ആയിട്ട് വളരെ കാമായിട്ടിരിക്കുന്ന ആള്, പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നത് കാണുന്നുണ്ട്. അത് ശരിക്കും ഈ ഒരു ആക്ടിങ് പഠിച്ചതിന്റെ ഗുണം തന്നെ ആയിരിക്കില്ലേ? അത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ ബേസിക്കലി വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. മീൻസ് അങ്ങനെയാണ് അമ്മ നാടകം ക്ലാസ്സിലൊക്കെ ചെറുപ്പത്തിൽ കൊണ്ടാക്കുന്നത്. സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാരോട്, അങ്ങനെ. അപ്പം ആ ഒരു മീഡിയത്തിൽ കൂടെ തന്നെയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ ഒബ്വിയസ്ലി പലപ്പോഴും നമ്മൾ ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ എല്ലാവരും പ്രോസസ്സൊക്കെ ചോദിക്കും. അപ്പോൾ അവർ എക്സ്റ്റെൻസീവ്ലി പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെ സമയം കിട്ടുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ അങ്ങനെ സമയം കിട്ടി ചെയ്യുന്ന പ്രോജക്ട്സ് ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മിക്കപ്പോഴും ഉണ്ടാവാറില്ല. അതായത് നമ്മൾ ക്യാരക്ടർ ആക്ടർ ആ സ്പേസിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് സീനിലെ ഡയലോഗോ ഒരു സീൻ തന്നെ ചിലപ്പം പെട്ടെന്നായിരിക്കും ഇൻസേർട്ട് ആവാം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഓൺ ദ ഫീറ്റ് തിങ്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഫുൾ സ്ക്രിപ്റ്റ് കിട്ടൂല. ഇപ്പൊക്കെ ചോദിച്ചാൽ തരും, പക്ഷെ അങ്ങനത്തെ ഒരു ചിലപ്പോൾ നമുക്ക് വായിക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും നമ്മൾ ആ പ്രോജക്റ്റിലോട്ട് ഇന്നാവുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്പേസിൽ നമ്മുടെ ആ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു വർക്ക് ഫാസ്റ്റ്. നമുക്കിങ്ങനെ ഞാനൊന്ന് കഥാപാത്രത്തിലോട്ട് ഇറങ്ങി ചെല്ലട്ടെ എന്നിട്ട് അഭിനയിക്കുക എന്നുള്ള പരിപാടി അതില്ല അവിടെ. ഞാനൊരു പാട്ട് കേട്ടിട്ട് വരാം, എനിക്കൊന്ന് മൂടാവണം, അങ്ങനെ. അത് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളെ പോലത്തെ ആക്ടേഴ്സിന് അങ്ങനത്തെ ഒരു പ്രിവിലേജ് കിട്ടാറില്ല. അപ്പോൾ ഹൗ ഡു യു എൻ്റെ മറ്റേ ഒരു മിനിറ്റ് കിട്ടിയാൽ അതിലെങ്ങനെ ഇതൊക്കെ ഫിഗർ ഔട്ട് ചെയ്യാം, എനിക്ക് മാക്സിമം എത്ര ഫിഗർ ഔട്ട് ചെയ്യാം, ആ സ്പീഡ് കൊണ്ടുവരണം എന്നെനിക്ക് ആദ്യം തൊട്ടേ എനിക്ക് തോന്നിയായിരുന്നു. മാക്സിമം അതാണ് ഞാൻ എനിക്ക് കുറച്ച് പോയിന്റേഴ്സ് ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ഫിൽ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സംതൃപ്തി, ഒരു ഗ്രൗണ്ടഡ് ഫീലിംഗ് കിട്ടണം. അത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ സിനിമ ഡേറ്റ് തന്നാലും ചിലപ്പോൾ ആ ഡേറ്റ് മാറിപ്പോവും. അപ്പം നമുക്ക് ഇത് ആലോചിക്കാനും ഇതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് സമയം കിട്ടുമായിരിക്കും. നമ്മളിപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഇതിനൊന്നും ഇപ്പോൾ ആവേശം ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ 6 മാസം മുന്നേ എനിക്ക് അറിയാം ഞാനത് ചെയ്യാൻ പോവാണ്. അപ്പം അത് എവിടേക്കോ നമ്മൾ ഇത് ചിന്തിക്കല്ലോ ഇതെങ്ങനെ ചെയ്യുമായിരിക്കും, ആ ഒരു ചിന്തിക്കാനുള്ളൊരു സമയം അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുക, അതിൽ ഇതവിടെ ചെയ്തിട്ട് അത് എങ്ങനെ എന്താണ് ഇതിൻ്റെ യുണീക്ക് ഒരു പോയിന്റ്, അതിൽ കയറി പിടിച്ച് അങ്ങ് പിന്നെ ബാക്കി എല്ലാവരുടെയും ഇൻപുട്സും വരുമ്പോഴത്തേക്ക് അങ്ങനെ ചെയ്തിട്ട് ഈ ടേക്ക് എനിക്ക് ഓക്കെ അല്ല, ഞാൻ ഒന്നുകൂടെ ചെയ്തോട്ടെ എന്ന് അങ്ങനെ സംവിധായകനോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഒരു തൃപ്തി വരാതെ, എന്നാൽ സംവിധായകൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. എന്താ പറയുക, എനിക്ക് ഈ മോണിറ്റർ നോക്കുന്ന സ്വഭാവം ഇല്ല. എനിക്ക് ഭയങ്കര ചമ്മല. ഈ ആദ്യം നമ്മളെ തന്നെ സ്ക്രീനിൽ കാണാന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു നമ്മൾ കംഫർട്ടബിൾ ആവണം എന്ന് തോന്നുന്ന കാര്യമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫോഴ്സ്ഫുള്ളി കണ്ട് പിന്നെയാണ് നമ്മൾ ഇത് സീൻസ് കാണും. ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ നോക്കാറുണ്ട്, നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ ഇതെന്താ പ്രശ്നം, അല്ലെങ്കിൽ അവർ നമുക്കൊരു ഫീഡ്ബാക്ക് തരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ ഒന്ന് കാണിച്ചൊരു അങ്ങനെ പോയി നോക്കാറുണ്ട്. അല്ലാതെ എനിക്ക് മോണിറ്റർ നോക്കാത്തതുകൊണ്ട് ഇപ്പം ഞാനായിട്ട് എനിക്കൊരു ഫീലിംഗ് വന്നാൽ ഞാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അവർ കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും, സ്ക്രീനിലത് ഓക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ഓക്കെ. ഇത് നമ്മൾ നോക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ നമ്മൾ മാത്രമേ നോക്കുള്ളൂ. നമ്മൾ ആ സീനിൻ്റെ ടോട്ടാലിറ്റിയിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കില്ല. അത് അവർക്കായിരിക്കും അറിയണത്, ഡയറക്ടേഴ്സിനും ഒക്കെ ആയിരിക്കും അറിയണത്. ഇപ്പൊ ഈ സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ ഇപ്പൊ നോക്കിയിട്ടുണ്ടെങ്കിൽ നസ്രി അതുപോലെ ബേസിൽ ഇവരൊക്കെ ഭയങ്കര ഫണ്ണായിട്ടുള്ള കോംബോ ആണ്. നമുക്ക് ഇന്റർവ്യൂസ്, നിങ്ങളുടെയൊക്കെ ഇന്റർവ്യൂസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അത്തരത്തിൽ രസകരമായ എന്തൊക്കെ ഓർമ്മകളായിരുന്നു ഉണ്ടായിരുന്നത്? എല്ലാം രസകരമാണ്. എനിക്ക് ഇപ്പൊ സിനിമ അസ്മ സുലു എന്ന് പറയുന്ന ഒരു കോംബോ ആണ്. അസ്മ സുലു പ്രിയ ഒരു കോംബോ ഗ്രൂപ്പ്. അപ്പോൾ എനിക്ക് നമ്മൾ ഒരുമിച്ച് ഒരു വീട്ടിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പം
ഇപ്പൊ അഖിലയാണ് സുലു ചെയ്തേക്കുന്നത്. അപ്പൊ അഖിലായിട്ടുള്ള ഒരു കെമിസ്ട്രി അത് നമ്മൾ ആദ്യം ലുക്ക് ടെസ്റ്റിനാണ് കാണുന്നത്. അത് അപ്പൊ തൊട്ട് വർക്ക്ഔട്ടാണ്. അപ്പൊ നമുക്കറിയാം നമ്മൾ ഒരുമിച്ച് നിന്നാലേ നമ്മുടെ ഈ പറയുന്ന ഹായ് സുലു മാനുവലി എല്ലാം വർക്ക്ഔട്ട് ആവുള്ളൂ. അപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ ഇതിൻ ലൈൻസ് ഒക്കെ പറഞ്ഞു നോക്കാറുണ്ട്. ഇതിങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെ സംസാരിക്കാറുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആണ് അഖിലായിട്ട്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം അപ്പോഴായിരിക്കും എല്ലാവരും ഒരുമിച്ചിരിക്കുക. അപ്പം ബേസിൽ ഈ സിനിമയിൽ നമുക്ക് ബേസിലായിട്ടൊന്നും നമുക്ക് കോമ്പിനേഷൻ ഇല്ല. നമ്മൾ പക്ഷേ അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിൽ ഷൂട്ടിൻ്റെ ഇടയ്ക്കും ഒക്കെയുള്ള കുറേ തമാശകളും അതൊക്കെ തന്നെ. ഇപ്പം ഇവൻ നച്ചു ആണെങ്കിലും ഒക്കെ തന്നെ ഇറ്റ്സ് എ വെരി എൻജോയബിൾ സെറ്റ്. പിന്നെ നല്ലതായിട്ട് നമ്മളെ ഫീഡ് ചെയ്യും, ലൈക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. അപ്പം ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ സമാധാനത്തോടെ നമുക്കത് വർക്ക് ചെയ്യാം. അത് നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിനയിച്ച സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മെയിൻ സ്ട്രീം സിനിമകളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ പറ്റിയിട്ടുണ്ട്. ശരിക്കും ആ ഒരു തുടക്കം എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇത്ര വേഗത്തിലൊരു തുടക്കം കിട്ടിയത്? അത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ സത്യം പറഞ്ഞാൽ. അത് മീൻസ് ഓഫ് കോഴ്സ് സിനിമ കോവിഡ് സമയത്താണ് സിനിമയിലോട്ട് ഉള്ള ഷിഫ്റ്റ് ഉണ്ടായത്. ബേസിക്കലി ഫിനാൻഷ്യൽ റീസൺസ് തന്നെയാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് നാടകം എന്നുള്ള ഇപ്പം നാടകം തന്നെ പഠിച്ച ആളാണ്. പഠിച്ചു കഴിഞ്ഞ് വന്നിട്ടും നാടകത്തിൽ തന്നെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട് ഇപ്പം അഭിനയം മാത്രമല്ല അല്ലാത്ത ഇപ്പം ഫെസ്റ്റിവൽസ് ക്യൂറേഷൻ, ആർട്സ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനത്തെ ഒരു സ്പേസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കിപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഈ കോവിഡ് സമയത്ത് നമുക്ക് ആ ഒരു ലൈവ് ആർട്ട് സ്പേസ് ഇല്ലാണ്ടാവാന്ന് അറിയില്ല. ഇപ്പം എല്ലാവരും ഓൺലൈനിൽ ഇങ്ങനെ എടുത്തിടുന്നു. അതാണ് എനിക്ക് സെറ്റാവുന്നുള്ള. അങ്ങനെയാണ് സിനിമ പതുക്കെ ഇടയ്ക്ക് അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഓഡിഷൻ വിളിക്കാറുണ്ട്. ചിലപ്പോൾ നല്ല സാധനമെന്ന് തോന്നിയാൽ ഓഡിഷൻ അയക്കാറുണ്ട്. മീൻസ് കാസ്റ്റിംഗ് കോളൊക്കെ കണ്ട് അയക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആണ് തുടങ്ങുന്നത്. അപ്പോൾ വൺ എന്ന് പറഞ്ഞൊരു സിനിമ സംഭവിച്ചു. പിന്നെ കൂൾ കേസിലോട്ട് ഓഡിഷൻസിൽ പങ്കെടുത്തിട്ടാണല്ലേ വരുന്നത്? ഓഡിഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമാണ്. പിന്നെ കൂൾ കേസ് കിട്ടുന്നത് എനിക്ക് ഇപ്പം നിൽജ ഫ്രണ്ടായിരുന്നു റൈറ്റർ. അപ്പോൾ പുള്ളിക്കാരി എടുത്ത് ചോദിച്ചപ്പോൾ നമ്മളങ്ങനെ പറയില്ല ഇങ്ങനെ പോലീസ് റോളിന് പറ്റിയ ഒരാൾ. അങ്ങനെയാണ് നിൽജ പറഞ്ഞിട്ടാണ് കോൾ കേസ് എത്തുന്നത്. പിന്നെ കാതലിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? കാതല് അസംഘടിതർ കാരണമാണ് കാതലിലോട്ട് എത്തുന്നത്. ഞാൻ അസംഘടിതരാണ്. ഞാനൊരു പ്രോപ്പർ ഓഡിഷൻ എനിക്ക് അതിൻ്റെ കാസ്റ്റിംഗ് കോളിൻ്റെ പോസ്റ്റർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം കുറേ കഴിയുമ്പോൾ നമ്മൾ ഓഡിഷൻസിനൊക്കെ ചിലപ്പോൾ അയക്കാനുണ്ടാവും ഇത് വേണോ. പക്ഷെ ഈ ഒരു പോസ്റ്റർ കുറേ പേര് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അപ്പം ഞാൻ ചുമ്മാ അയച്ചു. എന്നിട്ട് ആ സമയത്ത് സെക്കൻഡ് വേവ് നടന്നുകൊണ്ടിരിക്കും, കോവിഡിൻ്റെ സെക്കൻഡ് വേവ്. അപ്പോൾ കുഞ്ഞില മെസ്സേജ് അയച്ചു. എന്നിട്ട് മീൻസ് ഓഡിഷൻ ഷൂട്ട് ചെയ്ത് അയച്ചു. പിന്നെ നമ്മൾ അപ്പം ഞാൻ പെർഫോം ചെയ്ത മീറ്റർ അല്ല കുഞ്ഞിലയ്ക്ക് വേണ്ടത്. അപ്പോൾ കുഞ്ഞില പറഞ്ഞു നമുക്ക് ഒരുമിച്ച് വീഡിയോ കോളിലിരിക്കാം. അങ്ങനെ നമ്മൾ സംസാരിച്ചു, സ്ക്രിപ്റ്റ് വായിച്ചു നോക്കി. അപ്പോൾ സെറ്റായി. അങ്ങനെയായിരുന്നു. അപ്പോൾ ചിലത് നമുക്ക് കാണുമ്പോൾ ഇത് നമുക്ക് വരണ്ടെന്ന് തോന്നും. അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ജിയോ ബേബി അവരൊക്കെ. അതിലാണ് അവരെ പരിചയം. അങ്ങനെ ഇപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ആ ഒരു ടീം. അപ്പം ഈ കാതൽ തന്നെ ഷൂട്ട് അവർ പാക്കപ്പ് ആവുന്നതിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ജിയോ വിളിക്കുന്നത്. എന്താ വെച്ചാൽ അത് ആക്ച്വലി ഒരു ബ്രദറായിരുന്നു കഥാപാത്രം. അപ്പൊ ബ്രദറിനെ കാട്ടി ആ സ്പേസിൽ ഒരു സിസ്റ്റർ വന്നാൽ കുറേ കൂടെ എംപത്തിയും കുറെ. അപ്പൊ അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു വിളിച്ചത്? അതോ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ സീൻ ഷൂട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഒരു ആ സമയത്ത് ഒരു ബ്രദർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഇച്ചിരി കൂടി അഗ്രസീവ് ആവും, കൺഫ്യൂഷൻസ്. അപ്പം അതിന് പകരം ഒരു ജിയോ ബേബി ഷൂട്ട് ചെയ്ത് ഓൾമോസ്റ്റ് പണം ഷൂട്ട് ചെയ്യാറായല്ലോ അപ്പത്തേക്ക്. അപ്പൊ പുള്ളിക്കാരന് തോന്നി അതൊരു സിസ്റ്റർ ആക്കാം. അത് കുറച്ചും കൂടെ മറ്റേ അഗ്രസീവ് ആയിട്ടുള്ള പോലെയാ തോന്നുന്നു. വന്ന് കൊച്ചിനെ വിളിച്ചോണ്ട് പോകുന്നു അങ്ങനത്തെ സീന്. പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്നുള്ളൊരു തോന്നലിലാണത് സ്ത്രീ ആവുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഏടാന്ന് വാന്ന് പറഞ്ഞു പോന്നു. അവർ വിളിക്കുമ്പോൾ പോകാൻ സന്തോഷമാണ്.
അപ്പൊ ഓരോന്നും അങ്ങനെ. പിന്നെ ഈ രോമാഞ്ചത്തിലേക്ക് വരുന്നത്, രോമാഞ്ചമൊക്കെ അസംഘടിതർ കണ്ടിട്ട് ആണ് വിളിക്കുന്നത്. അതും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അങ്ങനെ പറയുകയാണെങ്കിൽ ആ സിനിമയാണ് അസംഘടിതർ. എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള മെസ്സേജ് ആ സിനിമ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രോമാഞ്ചം ഇതേപോലെ അത് കണ്ടിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇതിലോട്ട്. ശരിക്കും രോമാഞ്ചം ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു അതിന്റെ ട്രെയിലറിൽ പോലും വരാൻ പോകുന്ന ട്രെയിലറിൽ വരുന്നത് വിചാരിച്ചില്ലായിരുന്നു. എന്താ വെച്ചാൽ അത് എൻ്റെ അടുത്ത് പറഞ്ഞ അത് അങ്ങനെ സർപ്രൈസ് പോലെ വരണം, ആൾക്കാർ പ്രതീക്ഷിക്കുക അത്. അപ്പൊ ഞാൻ വിചാരിച്ചു ട്രെയിലറിൽ വന്ന് ഇത് എങ്ങനെ സിനിമയിൽ വർക്കാവുമോ, ആ സാധനം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞങ്ങള് ഏതൊരു നീല വിളിച്ചാന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഗിരീഷ് ചേട്ടനാണല്ലോ കോ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ, ഗിരീഷ് ഗംഗാധരൻ. അപ്പൊ ഗിരീഷ് ചേട്ടൻ ട്രെയിലർ കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സാധനം അതിലുണ്ട്. ഞാൻ പറഞ്ഞു ഇത് എന്തിനും ട്രെയിലറിൽ വെച്ചു എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അജ്മൽ സാബുവാണ്. പക്ഷെ തിയേറ്ററിൽ വർക്കായി എന്നുള്ളത് അതെനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ അത് സന്തോഷം. ചിലത് സിനിമയെ കുറിച്ചുള്ള ജഡ്ജ്മെന്റ് ആണ്. നമുക്ക് സിനിമയില് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് കുറെ മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട് നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല പടം ഓഡിയൻസിന്റെ. അത് മനസ്സിലാവുന്ന ആൾക്കാർ സിനിമയിൽ ഉണ്ട്. അപ്പൊ നമ്മളത് പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റും. പിന്നെ അതിൽ നിന്ന് തന്നെ ആയിരിക്കും ആവേശത്തിലേക്കുള്ള രോമാഞ്ചം. അത് ജിത്തു തന്നെ വിളിച്ച. പക്ഷെ ഇപ്പൊ ജിത്തുവിന്റെ ആ പടം, ഫഹദിന്റെ പടം ഓണായി എന്ന് കേട്ടു. പക്ഷെ അതില് പെണ്ണുങ്ങൾ ആരും ഇല്ല എന്നാണ് കേട്ടത്. പിന്നെ ജിത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിത്തു വിളിക്കുമായിരിക്കും എന്നുള്ളൊരു സാധനം. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കില്ല. എന്താ വെച്ചാൽ there are no women characters എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അപ്പൊ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. മറ്റേ രോമാഞ്ചം ഇറങ്ങുന്നതിന്റെ 1-2 ആഴ്ച മുന്നേ ജിത്തു വിളിച്ചിട്ട് പറയണ ആവേശത്തിന്റെ കഥ. ഞാൻ അങ്ങനത്തെ ഒരു സ്പേസ് ആയിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു. ആ സമയത്തൊക്കെ ഇച്ചിരി എന്താ പറയാ ഒരു ഫ്ലോ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ സിനിമയിൽ നമ്മൾ വന്ന് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിൽ ഇപ്പൊ നമ്മൾ ഫ്ലോയോടെ ഒരു സിനിമ ചെയ്യുന്നു, അടുത്ത സിനിമ ചെയ്യുന്നു. ആ ഫ്ലോ കട്ടാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ കുറെ മാസങ്ങൾ നമ്മളിങ്ങനെ ഇനി പരിപാടി നിർത്താം, ഇനി അപ്പൊ ഇത് തന്നെ ചെയ്യണോ എന്നുവെച്ചാൽ എനിക്കൊരു PhD ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പുറത്തു പോയി ചെയ്യണം തിയേറ്ററിൽ. എനിക്ക് അക്കാഡമിക്സ് എനിക്ക് ഇഷ്ടമായിരുന്നു, അക്കാഡമിക്കലി പോവാൻ. അപ്പോൾ ഞാൻ അത് പിടിക്കാം എന്നാൽ ശരി വീണ്ടും ഇരുന്ന് ഈ അപ്ലിക്കേഷൻ തന്നെ ഭയങ്കര സ്ട്രെയിനേഴ്സ് ആണല്ലോ. അങ്ങനെ പോയിരിക്കാൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ പരിപാടിയൊക്കെ വരും. പിന്നെ ഇതിലോട്ടാവും എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം കഴിഞ്ഞ 1.5 വർഷമായിട്ടാണ് ഒരു ഫ്ലോ ഉണ്ടായത്. മീൻസ് വേറെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്പേസിലോട്ട് പോകുന്നത്. ഈ ആവേശത്തിലെ ഷൂട്ട് ഒറ്റ ദിവസം കൊണ്ട് തീർത്തോ? അത് 7 ദിവസം ഉണ്ടായിരുന്നു. മീൻസ് രാത്രിയാണല്ലോ. അപ്പം കണ്ട ചെറിയ സീക്വൻസ്. ആ സീനിൽ എത്ര പേരുണ്ട് എന്താ വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ചേട്ടന്മാർ 75 പേരെന്തോ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ പ്ലേസ് ചെയ്ത് ഒരുപാട് ടേക്ക് പോയ സീനാണ്. പക്ഷെ ഭയങ്കര ആ ഒരുമിച്ച് അത്രയും ലെങ്ത് ഉള്ളത് പറയുന്നതൊക്കെ എങ്ങനെയാ അത് പ്രാക്ടീസ് ചെയ്തത്? ടേക്ക് പോയിട്ടില്ല അധികം. ടേക്ക് എന്താ വെച്ചാല് ഇപ്പൊ സജ്ജനാണെങ്കിലും എല്ലാരും നല്ല ഇവന്റ് ഹിപ്സ്റ്റർ, മിഥുൻ, റോഷൻ എല്ലാവരും നല്ല ആക്ടേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ടേക്ക് അധികം പോകേണ്ടി വന്നിട്ടില്ല. ഇത് ആ ഒരു സാധനം എടുക്കുമ്പോൾ കുറെ ഇൻസേർട്സ് എടുക്കണം, എല്ലാവരുടെയും എത്ര കൗണ്ടർ. അപ്പൊ ഒരേ സാധനത്തിന്റെ എല്ലാവരുടെയും പരിപാടി എടുക്കണം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആ പുറകിലത്തെ ചേട്ടന്മാരുടെ മുഖത്ത് പോലും നല്ല രസമായിട്ടാണ് അവര് ഈ എല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്, ഈ രംഗണ്ണൻ ഗ്യാങ്. അപ്പം അത്രയും ഡീറ്റെയിലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് സമയം സ്വാഭാവികമായിട്ട് എടുക്കും. അപ്പൊ എനിക്ക് ആ മേജർ സീക്വൻസ് 3 ദിവസത്തിൽ ഷൂട്ട് ചെയ്തു. പിന്നെ പോയിട്ട് വരുന്നതും മറ്റേതൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യണമല്ലോ. അതൊരു അങ്ങനെ എന്താ പറയുക ടോട്ടലി ഒരു 4 ദിവസം കൂടെ എക്സ്ട്രാ ചെയ്തു.
ഇപ്പൊ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രവേശത്തില് ഫഹദ് ഫാസിലിനോടൊപ്പം ഉള്ള ഒരു കോമ്പിനേഷൻ സീന് അത്രയും നല്ലൊരു സീൻ വരുന്നുണ്ട്. അതുപോലെ ഇപ്പം ഈ സിനിമയിൽ നോക്കിയാൽ നസ്രിയയോടൊപ്പവും വരുന്നുണ്ട്. രണ്ടുപേരുടെ ഒപ്പം അഭിനയിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് അവരെ പറ്റിയുള്ള അവരുടെ അഭിനയം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഫഹദ് ഭയങ്കര സൈലന്റ് ആണ്, നസ്രിയ വരുന്നത് നമ്മൾ അറിയും, ഫഹദ് വരുന്നത് നമ്മൾ അറിയുകയില്ല. അങ്ങനത്തെ ഒരു ഫഹദ് പെർഫോം ചെയ്യുമ്പോഴായിരിക്കും നമ്മള് എന്താ പറയാ നമ്മള് ഓക്കെ. അല്ലെങ്കിൽ ഫഹദ് ഇരിക്കും, ഫോൺ നോക്കും, പിന്നെ നമ്മൾ വരും, നമ്മളുടെ അടുത്ത് എല്ലാവരും സംസാരിക്കുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഫഹദ്. മീൻസ് ഇങ്ങനെ മറ്റേ സ്റ്റാർ പരിപാടിയൊന്നും പിടിക്കാത്ത, പക്ഷെ ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ, അങ്ങനത്തെ ഒരു ഇതാണ്. അല്ലാതെ എനിക്കത് മനസ്സിലാവും. ബിക്കോസ് എനിക്കൊക്കെ അങ്ങനെ ഒരു പുതിയൊരു സെറ്റിലോട്ട് പോയാലൊക്കെ ഞാൻ അതിനെ എൻ്റെ അടുത്ത് ആരും മിണ്ടണ്ട, കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, ആ ഒരു. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു ജാട പരിപാടിയൊന്നും അല്ല, അത് ഭയങ്കര വേറെ തന്നെ ഒരു കഥാപാത്രം. അപ്പം നസ്രിയ പക്ഷെ അങ്ങനെയല്ല. നസ്രിയക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കോൺവെർസേഷൻ ഡ്രൈവ് ചെയ്യാൻ പറ്റും, നമ്മളാരും സംസാരിക്കാം. പക്ഷെ നമുക്കത് രസമാണ്. നമുക്ക് പോയി ഇരുന്ന് ഇവളുടെ വർത്താനം കേട്ട് നമുക്ക് കുറേ നേരം ചിരിക്കുക, നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. പിന്നെ പുള്ളിക്കാരി ഭയങ്കര തമാശയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര കൺസിഡറേറ്റ് ആണ് ആൾക്കാരുടെ കാര്യത്തിൽ. ഇപ്പം ഇവനൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസോ എന്തെങ്കിലും, നമ്മൾ പല കാര്യത്തിലും പല ഒപ്പീനിയനൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ കേൾക്കാനും പറയാനും, പിന്നെ ആൾക്ക് ഇഷ്ടമാണ് ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷീ ലൈക്സ് ടു ടേക്ക് കെയർ ഓഫ് പീപ്പിൾ. അപ്പോൾ പുള്ളിക്കാരി അത് വളരെ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും പുള്ളിക്കാരി ചെയ്യണ്ടാവുക. അതൊക്കെ നമ്മൾ ഇവരത് പറഞ്ഞില്ലെങ്കിലും ഓക്കെയാണ്. പക്ഷെ ഷീ മേക്സ് എൻ എഫേർട്ട് ടു ടോക്ക് ഫോർ യു. അത് ഭയങ്കര രസമാണ്. കുറച്ച് അഭിമുഖങ്ങളൊക്കെ വന്നതിന് ശേഷം ചെറിയ രീതിയിലൊരു സൈബർ ബുള്ളിങ് നസ്രിയക്കെതിരെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വാർത്തയാകുന്നുണ്ട്. നസ്രിയ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് എനിക്ക് പക്ഷെ ശരിക്കും നസ്രിയയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാതെ പലരും ബുള്ളി ചെയ്യുന്നത് പോലെ. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് എന്തും പറയാം. പിന്നെ നമ്മള് ഇത് വിഷമിക്കാന്നൊക്കെ ഇപ്പൊ ആദ്യമായിട്ടുള്ള ഇവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. ഇപ്പൊ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ അഭിപ്രായം മൊത്തം മാറിയില്ലേ, നസ്രിയ ഉയർ. അതല്ല, നമ്മള് ഇതിനൊക്കെ അങ്ങനെ കണ്ടാൽ മതി എന്നാണോ? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആവശ്യമില്ല. എന്താ വെച്ചാൽ ആരെയാണ് ജഡ്ജ് ചെയ്യുന്നത്? നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഫ്രീ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മനസ്സ് തോന്നുന്നതൊക്കെ അതേപോലെ ആർട്ടിക്കുലേറ്റ് പറ്റുന്ന എത്ര സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമില്ല. ലൈക്ക് യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. അല്ലെങ്കിൽ നമ്മൾ ഞാനിത് പറയാൻ പാടുണ്ടോ, ഞാനത് പറഞ്ഞാൽ മോശമോ, എന്നെ ആൾക്കാരെങ്ങനെ കാണും, അപ്പം ഞാനിങ്ങനെ കൈവെക്കണം, ഞാനിങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്നെ എന്ത് പറയും, അല്ലെങ്കിൽ ഞാൻ ഈ അടക്കും ഒതുക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം ആൾക്കാർ പറയുന്നത് നമ്മൾ ഭയങ്കര പ്രോഗ്രസീവായി. പക്ഷേ ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ കമൻസിലൊക്കെയാണ്. ഇപ്പം ഒരു സ്ത്രീക്ക് അത്രയും ഫണ്ണായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്താഗതിയെ തിരുത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. But as a woman, when I see a woman like her, I feel like ഒരു breath of fresh air പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു ചെറുപ്പത്തിൽ, അതിൽ നിന്ന് മാറ്റാനാണ് ആക്ടിങ്ങിലേക്ക് വന്നത്. അതുപോലെ ഫഹദിന്റെ കാര്യത്തിൽ ഇപ്പൊ പറഞ്ഞു വന്നിട്ട് അടങ്ങിയിരിക്കും, എനിക്കും അതുപോലെയാണ് എന്ന് പറഞ്ഞല്ലോ വന്ന സെറ്റില്. ശരിക്കും പറഞ്ഞാൽ ഈ തിയേറ്ററിലേക്കുള്ള ഒരു വരവ്, അല്ലെങ്കിൽ തിയേറ്റർ ആക്ടിങ്ങിലേക്കുള്ള ഒരു വരവ് ഈ ഇൻട്രോവേർട്ട് എന്ന അതിൽ നിന്ന് കുറച്ചെങ്കിലും ബെറ്റർ ആവാനായിട്ട് സഹായിച്ചിട്ടുണ്ടോ? കുറച്ചല്ല, നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. എനിക്കിപ്പോ വർക്ക് സ്പേസിൽ പോയാലൊക്കെ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എനിക്ക് ഈ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കമ്പനി ആവാൻ പറ്റും, പക്ഷെ എനിക്കാണെങ്കിൽ സമയം എടുക്കും. ഇന്നലെ തന്നെ നമ്മൾ കുറച്ച് പേരെ ക്രൂ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവർ എല്ലാവരും എൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് പറയുന്ന കാര്യമാണ്, മിക്ക സിനിമയിൽ പോയാലും നമ്മൾ വിചാരിച്ചാൽ നിങ്ങളൊരു ജാട ആയിരിക്കും, പക്ഷെ നീ അങ്ങനെയല്ല എന്ന്.
അത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലേ ഞാൻ കംഫർട്ടബിൾ ആകാനുള്ള സമയം എടുക്കും. ഈവൻ സുലു അഖില അടുത്തും അഖിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്, അയ്യോ ഇവരെന്തോ ഇങ്ങനെ നമ്മൾ ഒരു കഥ കേട്ടോണ്ടിരിക്കുക, അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര സീരിയസ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് സെറ്റ് ആവുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം എൻ്റെ സ്വഭാവം, ലൈക്ക് എനിക്ക് സമയം വേണം. അപ്പൊ ഈ ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ മാത്രം ആ ഫ്ലാറ്റിൽ കുറച്ച് നേരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എഫേർട്ട് അപ്പം നമുക്ക് സംസാരിച്ച് പതുക്കെ ഞാനപ്പോൾ പറഞ്ഞു, എനിക്കിങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഒന്നും വിചാരിക്കില്ലേ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പ്രേമിൽ കണ്ടപ്പോൾ തൊട്ടേ എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്. അപ്പം ആക്ച്വലി അഖിലയാണ് സുലു ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇതെൻ്റെ മുഖത്ത് കാണില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് അങ്ങനെയാണ് ആ സമയം തൊട്ടാണ്. അപ്പം അഖില ഇങ്ങനെ ഞാനപ്പം വിചാരിച്ചു നിങ്ങൾ ഭയങ്കര ജാടയാണ്. അത് കഴിഞ്ഞിട്ടാണ് അത് ബ്രേക്ക് ത്രൂ ആണ്. ഇപ്പോഴും എനിക്കതുണ്ട്. എനിക്കൊരു സ്ഥലത്ത് കുറേ ആൾക്കാർ ഒരുമിച്ച് കണ്ടാലൊക്കെ എനിക്ക് പ്രശ്നമാണ്. അതിപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കിയത് സിനിമയ്ക്ക് ശേഷാട്ടോ. എന്ന് വെച്ചാൽ സിനിമയിൽ നമുക്ക് കുറേ ക്രൗഡ് കാണുമല്ലോ, കുറേ ആൾക്കാരുണ്ടല്ലോ സെറ്റിൽ, സെലക്റ്റീവ് അല്ലല്ലോ. മീൻസ് ഒരു 100 പേരൊക്കെ ഉണ്ടാവും ഒരു സെറ്റിൽ. അപ്പം നമുക്ക് പക്ഷേ ഇപ്പൊ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് അതുപോലെ വലിയൊരു മാസ് ഓഡിയൻസിനെ ഓഡിയൻസ് ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് പ്രശ്നമില്ല. എനിക്ക് അഭിനയിക്കാൻ പ്രശ്നമൊന്നുമില്ല. അഭിനയിക്കാൻ എത്ര പേരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് വ്യക്തി ഒരു സ്പേസിൽ ഇടപെടാന്ന് പറയാം, വെറുതെ ഇരിക്കുന്ന സമയങ്ങളില്ലേ ഇങ്ങനെ, അപ്പം ആരെങ്കിലും സംസാരിക്കാൻ വന്നാലോ അങ്ങനത്തെ സ്പേസിലാണ്. എനിക്ക് അഭിനയത്തിൽ 1000 2000 ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. അപ്പൊ ഈ വലിയ സ്റ്റാർസ് ഒക്കെ ഉള്ള സിനിമകളിൽ കൂടി അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ കൂടാറുണ്ട്? എനിക്ക് അങ്ങനത്തെ ടെൻഷൻ അല്ല. എനിക്ക് ഈ സോഷ്യൽ ആങ്സൈറ്റി പോലത്തെ സാധനമാണ്. എനിക്കൊന്ന് അവർക്ക് അവരൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. ഇവർക്ക് അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ നമ്മളാരും ഇവരുടെ അടുത്ത് ആദ്യം ചാടിക്കയറി സംസാരിക്കാൻ പോകുന്നില്ല. പലപ്പോഴും മലയാളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല എന്ത് രസമുള്ള ആൾക്കാരാണ് ആക്ടേഴ്സ്. ഇപ്പം എത്ര വലിയ താരങ്ങളായാലും അവർ എഫേർട്ട് എടുത്തിട്ട് നമ്മളെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാര് ഒരു കാലത്ത് ഇത് അതിജീവിച്ചിട്ടായിരിക്കുമല്ലോ. അത് അവർ മനസ്സിലാക്കുന്നതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. പലപ്പോഴും ഞാൻ എത്ര വലിയ ആൾക്കാരുടെ അടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവരാണ് എഫേർട്ട് എടുക്കുന്നത്. നമ്മള് കുറച്ച് മാറിയല്ലേ നിൽക്കുക, അവരുടെ അടുത്ത് ചാടി കയറി ഞാന് പൂജ അങ്ങനെയല്ലോ പറയാ, നമ്മൾ മാറിയ. പക്ഷെ അവരായിരിക്കും ചിലപ്പം നമ്മളടുത്ത് സംസാരിക്കുന്നതും വിളിച്ചെടുത്ത് സംസാരിക്കുന്നതൊക്കെ. അത് പലയിടത്തു നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സുരാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും, അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊട്ട് എനിക്ക് ഒരേ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വർക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഇപ്പോൾ രോമാഞ്ചത്തിൽ ഇപ്പോൾ സൗബിക്ക് ആണെങ്കിലും പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ആ സെറ്റിൽ വെച്ച് കണ്ടത്. പക്ഷെ പുള്ളിക്കാരൻ തന്നെ നിങ്ങളുടെ ഈ പരിപാടിയില്ലേ, നിങ്ങളുടെ ആ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ. അപ്പം തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഒരു ഭാഗമാണെന്നൊന്ന് സെറ്റിൽ ഡൗൺ ആവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ രോമാഞ്ചം 2 വരാനിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ക്യാരക്ടർ ഉണ്ടോ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. രോമാഞ്ചം 2ൻ്റെ ഒരു പരിപാടി എനിക്ക്. അതുപോലെ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിന്ദിയിൽ ഒരു വെബ് സീരീസ് യഷ്രാജ് പ്രൊഡക്ഷൻസിന്റെ ഇതിൽ വരുന്നുണ്ടെന്ന് കേട്ടു. അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അത് ഇനി അടുത്ത കൊല്ലം ഒരു മിഡ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുള്ളൂ. അപ്പം അത് വളരെ രസമുള്ളൊരു വേൾഡാണ്. ഇതേപോലെ നമ്മളാരും കാണാത്ത, നമ്മൾ ചിലപ്പോൾ സ്വപ്നങ്ങളിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. സ്വപ്നത്തിൽ മീൻസ് അതൊരു അതിനെക്കുറിച്ചൊന്നും പറയാനും പറ്റില്ല. അപ്പം അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫിക്ഷനാണ്. ഭയങ്കര നല്ലൊരു ഫാന്റസി അല്ല, പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു വേൾഡാണ്. അപ്പൊ കീർത്തി ഉണ്ട്, രാധിക ആപ്റ്റേ, അവരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത്. അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? മുഴുനീള ക്യാരക്ടർ ആണോ? ത്രൂ ഔട്ട് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല സ്പേസ് ഉള്ള കഥാപാത്രമാണ്. അപ്പം അത് ഭയങ്കര രസമുള്ളൊരു ഷൂട്ടായിരുന്നു. അതേപോലെ നല്ല രസമുള്ള മനുഷ്യന്മാരായിരുന്നു. ഭയങ്കര യങ് ക്രൂ ആണ് അതിൻ്റെ. അപ്പം അത് രസമാണ്. പിന്നെ സെറ്റിൽ നമ്മുടെ നാട്ടിൽ നമ്മളധികം പെൺകുട്ടികളെ ബിഹൈൻഡ് ദ ക്യാമറ കാണുന്ന കുറവായിരിക്കും. മാക്സിമം ഒരു AD അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂമിൻ്റെ ചേച്ചി, അല്ലെങ്കിൽ ഹെയർ ചെയ്യുന്ന ചേച്ചി എന്നൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ എല്ലാ
എല്ലാത്തിലും പെൺപിള്ളേർ അത്രയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് വർക്ക് ചെയ്യുന്നതും ഒക്കെ കാണാനും നല്ല രസമാണ്. അതിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് അവര് YRFന്റെ കാസ്റ്റിംഗ് ഉണ്ട്. YRF കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അപ്പോൾ അവരുടെ ആ പേജിൽ നിന്ന് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യായിരുന്നു. എന്താ വെച്ചാൽ അത് ഇറങ്ങുമ്പോൾ പറയാം, അത് അതിൻ്റെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. നല്ല പൊക്കം, നമ്മൾ കഥാപാത്രത്തെ പോലെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ കുറേ കൂടെ സേഫാണ്. അപ്പോൾ ഈ കഥാപാത്രത്തിനെ പോലെ എഴുതി വെച്ചേക്കുന്ന പോലെയാണ് എന്നെ കാണാൻ. അതാണ് മെയിൻ ഇത്. അവരിപ്പോ ഏത് സിനിമ കണ്ടിട്ടാണ് വിളിച്ചത്? അങ്ങനെ അവര് ഏതൊക്കെയോ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് പോലീസ് കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർ വിളിച്ചത്. എനിക്കൊന്ന് ഈ ഒരു OTT പരിപാടി കത്തി സമയത്ത് ഇവർ ഇഷ്ടംപോലെ സിനിമകൾ കാണുന്നുണ്ട്, മലയാള സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കും യൂസ്ഫുൾ ആണ്. ഇപ്പം നമ്മളായിട്ട് ഒരു ഓഡിഷൻ അയക്കുന്നതിന് രണ്ടൊന്നും ആവശ്യം വന്നില്ല. അത് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, അപ്പം ഇവൻ നമ്മളെപ്പോലത്തെ ആക്ടേഴ്സിനെ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം അത് അറിഞ്ഞത് ഭയങ്കര രസമാണ്. അല്ലെങ്കിൽ എത്ര നാളെടുക്കും നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസിലോട്ട് കയറാൻ. ഇതൊക്കെ ആവേശത്തിന് മുന്നേക്കാണ് സംഭവിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ സിനിമകൾ എനിക്ക് വന്നിട്ടുള്ളത് ആവേശത്തിന് ശേഷമാണ് മലയാളത്തിൽ നിന്ന്. ചിലപ്പം രോമാഞ്ചം കഴിഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് രോമാഞ്ചം കഴിഞ്ഞിട്ടൊരു സംഭവം വന്നിട്ടുണ്ട്. പക്ഷെ ആവേശം കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത്. അപ്പം അതിനു മുന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ സന്തോഷം, അത് ഇവർ കാണുന്നു, ശ്രദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഉള്ളൊരു റിയലൈസേഷൻ അങ്ങനെയാണ്. സിനിമകൾ കാണുന്ന കൂട്ടത്തിലാണോ ഒരുപാട്? സിനിമകൾ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് സിനിഫൈലാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അല്ല. ബിക്കോസ് എനിക്ക് കുറേ എൻ്റെ കൂട്ടുകാർ സിനിമയിലൊന്നും ഇല്ലാത്ത വേറെ പരിപാടിയൊക്കെ ചെയ്യുന്ന കൂട്ടുകാർ ഇഷ്ടം പോലെ സിനിമ കാണുന്ന ആൾക്കാർ, അതും മലയാളം മാത്രമല്ല. അവരുടെ അടുത്തു നിന്നാണ് ഞാൻ എന്താണിപ്പം കാണേണ്ട മിസ്സാവാൻ പാടില്ലാത്ത സിനിമകൾ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നത് അവരോടാണ്. അപ്പം അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമാണ്. ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒബ്സസീവായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നൊരു ബ്രേക്ക് വന്നു, പഠിക്കുന്ന സമയത്ത് നല്ലൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും കണ്ടു തുടങ്ങി. സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോൾ എത്തിയോ, അതോ തിയേറ്ററിലേക്ക്? എനിക്ക് അറിഞ്ഞൂടാ അത് എപ്പോഴാണ് സിനിമയിലായി എന്നുള്ള തോന്നൽ എപ്പോഴാണ് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴും ഇതിനൊരു അൺസർട്ടനിറ്റി ഉണ്ടല്ലോ. ഏത് സമയം നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകുന്നു, അല്ലെങ്കിൽ പതുക്കെ വരും, കുറേ നാൾ നിൽക്കുന്നു. അപ്പം ആഗ്രഹമുണ്ട് ഇതെന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പം വരുന്നതനുസരിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കോണ്ടാക്ട്സ് ഒക്കെ കുറെ ബിൽഡ് ചെയ്യുന്ന ആളാണ്, ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്, അതും ഒരു പ്രശ്നമല്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുന്നതിനെക്കാട്ടി കോണ്ടാക്ട്സ് അറിയണം, ആൾക്കാർക്ക് നമ്മൾ ഉണ്ടെന്നറിയണം. അപ്പം നമ്മളൊരു സെറ്റിൽ പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളെ കാണുന്നത്. എസ്പെഷ്യലി നമ്മളൊരു ആക്ടിങ് സ്പേസിൽ വെക്കുമ്പോൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഷോട്ട് എടുക്കുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആണ്, ഫോക്കസ് ആക്ടേഴ്സിലാണ്. അപ്പം ഈ ക്രൂ ഒക്കെ പല സിനിമയിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ചിലപ്പം നമ്മൾ പെർഫോമൻസിൽ കൊടുക്കുന്നുണ്ട്, ആ കുട്ടി ഓക്കെ ആണ്, ആൾക്കാരോട് പറയാൻ ആൾക്കാരുണ്ടായാലും മതി എന്ന് തോന്നും. അല്ലാതെ എനിക്ക് ഈ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യുന്ന ഭയങ്കര എതിർപ്പുള്ള പരിപാടിയാണ്. എന്താ വെച്ചാൽ ആൾക്കാർ മണ്ടന്മാരല്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും അറിയാം ഒരു സിനിമയിലുള്ള ആളുടെ പരിപാടി അവർക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടാവും, കോണ്ടാക്ട് സിനിമയിലോട്ട് വിളിക്കാനാണ്. പക്ഷെ നമ്മളൊരു ജെനുവിൻ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓഫർ ചെയ്യാനില്ല. ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കാട്ടി ഒരു ഹ്യൂമൻ സ്പേസ് ഷെയർ ചെയ്യാനില്ല. ഇത് വെറും മെറ്റീരിയലി എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതിനു വേണ്ടിയുള്ള സാധനമാണെന്നുള്ള രീതിയിലാണ് ആൾക്കാരുമായിട്ടുള്ള ഇടപെടൽ എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കും മനസ്സിലാവും. അപ്പോൾ വെറുതെ ഈ കോണ്ടാക്ട്സ് ബിൽഡ് ചെയ്യണമെന്ന് ആൾക്കാർ ഞാൻ കേൾക്കുമ്പോൾ എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ടില്ല.
ഇപ്പൊ സിനിമയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പൊ ഒരു വെൽവിഷർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ട് വിളിച്ചു ചോദിക്കുന്ന അങ്ങനെ ഏതെങ്കിലും ആക്ടേഴ്സ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരുണ്ടോ? എനിക്ക് ഒരു സമയത്ത് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് രാജേഷ് മാധവന്റെ അടുത്താണ്. അപ്പം നമ്മൾ അത് ബേസിക്കലി ചോദിക്കുന്നത് ഈ പേയ്മെന്റ് സംസാരിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ ഒരു നമുക്കറിയില്ലല്ലോ, അത് ഇത് ഓക്കെയാണോ, ഇതാണോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളതും പെർസ്പെക്റ്റീവ് വന്നിട്ടുള്ളതും ഒക്കെ രാജേഷാണ്. രാജേഷിനൊക്കെ സിനിമയിൽ വരുന്ന മുമ്പ് അറിയാവുന്ന പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷെ പിന്നെ രാജേഷായിട്ട് ക്ലോസ് ആകുമ്പോഴത്തേക്ക് സിനിമയിൽ ആയി രാജേഷ്. അപ്പോൾ രാജേഷ് ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ പലപ്പോഴും പലരും ജെന്യുവൻലി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സജിൻ ഗോപു എപ്പോൾ കാണാലും എന്തെങ്കിലും ഒരു ചേടാ ഇങ്ങനെയാണ് സീൻ എന്ത് ചെയ്യും. അപ്പോൾ പുള്ളിക്കാരൻ അടുത്തൊരു 2 മിനിറ്റ് സമയം ഭയങ്കരമായിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് ആക്കും. എന്നുവെച്ചാൽ അദ്ദേഹമൊക്കെ എത്രയോ വർഷങ്ങളായി ഇതിന് ഇറങ്ങിയിട്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഒരു ജേർണി കൃത്യമായിട്ട് മനസ്സിലാകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ സജിൻ ഗോപു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ ക്രിറ്റിസിസം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആരാണ്? ക്രിറ്റിസിസം അങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടുകാരൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ അമ്മ നല്ല ക്രിട്ടിക്കാണ്, അമ്മ പറയും ഭയങ്കര നല്ല ക്രിട്ടിക്കാണ്. പിന്നെ അല്ലെങ്കിൽ പറയും ഇപ്പം ചിതു അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് പേരുണ്ട് സിനിമയിൽ. ചില അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമുക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഇത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഫീഡ്ബാക്ക് തരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അമ്മയെ പറ്റി പറഞ്ഞു, അച്ഛൻ എന്താണ് ചെയ്യുന്നത്? അമ്മയും അച്ഛനൊക്കെ എന്താണ് ചെയ്യുന്നത്? അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അച്ഛൻ പുറത്തായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം അച്ഛൻ മരിച്ചിട്ട് ഒരു 10 കൊല്ലമായി. അമ്മ ഇവിടെ ഹൗസ് വൈഫാണ്. ചേച്ചിയുണ്ട് എനിക്ക്. ചേച്ചി എന്നെക്കാട്ടി 10 വയസ്സ് മൂത്താണ്. ചേച്ചി UK-ലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിയും ഫാമിലിയും, ചേച്ചിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ അവർ ലണ്ടനിലാണ്. അപ്പൊ ഇനി വരാനിരിക്കുന്ന മറ്റ് പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? വരാൻ ഇപ്പൊ കുറച്ചുണ്ട്. ഇപ്പൊ ചെയ്ത് തീർന്നത് മരണമാസ് എന്ന് പറഞ്ഞിട്ട് അതും ബേസിലെ ചെയ്യുന്ന പടാ. പിന്നെ പടക്കളം. ഈ മരണമാസിന്റെ ലൊക്കേഷൻ ഉണ്ടായ തമാശ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ തമാശയായിരുന്നോ? മരണമാസ് ഭയങ്കര കോമഡി ആയിരുന്നു. അത് ഇന്റർവ്യൂലും കാണാൻ പറ്റിയിരുന്നു. അത് പരസ്പരം നസ്രിയും ബേസിലിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണമാസം എനിക്ക് തോന്നുന്നു എനിക്ക് ബേസിലായിട്ട് അഭിനയിക്കുന്ന സിനിമ മരണമാസമാണ്. മീൻസ് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ മരണമാസമാണ്. ബേസിൽ ഭയങ്കര സപ്പോർട്ടീവ് ആക്ടറാണ്. എനിക്ക് ഇപ്പൊ എല്ലാവരെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഐ എം ബ്ലെസ്ഡ്, ടച്ച് വുഡ്, ലൈക്ക് നല്ല ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് അത് ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ബേസിലും മാത്രമല്ല, അവിടെ രാജേഷ് മാധവനുണ്ട്, സുരേഷ് കൃഷ്ണ ചേട്ടൻ, പിന്നെ സിജു സണ്ണി, ഇവരെല്ലാവരും ഒരുപക്ഷെ നേരത്തെ അറിയുന്നതോ അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് വൈസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോ ഒക്കെ ആയിരിക്കും. പിന്നെ അതിലെ DOP നീരജ് ആണെങ്കിലും ഒക്കെ, നീരജൊക്കെ സിനിമയിൽ ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുന്നേ അറിയാവുന്ന ആണ്. ഇപ്പം ശിവനെ ആണെങ്കിലും അങ്ങനെ അറിയാം. ശിവൻ പണ്ട് ഡ്രാമ സ്കൂളിൽ എൻ്റെ നാടകമൊക്കെ കണ്ടിട്ടുണ്ടെന്ന അങ്ങനെ തൃശ്ശൂരുകാരനാണ് ശിവൻ. അപ്പം അങ്ങനെ എല്ലാവരുമായിട്ട് അങ്ങനത്തെ ഒരു നേരത്തെയുള്ള ഒരു ഇതുണ്ട്. ഇപ്പം കോസ്റ്റ്യൂം മഷർ തന്നെയാണ്, മേക്കപ്പ് ആർജി തന്നെയാണ്. അപ്പൊ എനിക്ക് മഷറിനെയും അർജുനെയും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ. ഈ മരണമാസിലെ വേഷം എന്താണ്? അത് പറയാൻ പറ്റില്ല. അത് ഒരു ഞാനും ജോമോനും കൂടിയുള്ള ആണ്, ഒരു കപ്പിളായിട്ട് ഉള്ള പരിപാടിയാണ്. മറ്റ് പ്രൊജക്റ്റുകൾ പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അതാണ് സുരാജേട്ടൻ, ഷർഫുദ്ദീൻ, സന്ദീപ് ഫാലുമിൽ സന്ദീപ് ആണ് അതിൽ ലീഡ് ചെയ്യുന്നത്. നിരഞ്ജനയുണ്ട്. അതൊരു പടം.
കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ എന്തായാലും ഇനി വരാനിരിക്കുന്ന പ്രൊജക്ടുകളൊക്കെ ഏറ്റവും നന്നായി തന്നെ ചെയ്യാൻ പറ്റട്ടെ. ഇപ്പൊ സൂക്ഷ്മദർശിനി എന്തായാലും വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. വരുന്ന സിനിമകളൊക്കെ മികച്ചതാവട്ടെ. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു.